ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസപ്പ്. ഇപ്പോൾ നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 10 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്, ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് തന്നെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആറ്റിറ്റ്യൂഡിന് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ചൊരു തിയറി ബേസ്ഡും കൂടിയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം പറയുക. അതിന് ശേഷം എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ റോള് പ്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Explain different functions of attitude play in the life of an individual. Do you always act according to your attitude? If not, why? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ആറ്റിറ്റ്യൂഡിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ നോളജ് ഫംഗ്ഷൻ, ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തിയറി ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആൻഡ് നമ്മളെപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അനുസരിച്ചാണോ ബിഹേവ് ചെയ്യാറ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് അനുസരിച്ചാണ് നമ്മളെപ്പോഴും ആക്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺവേർജൻസിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണോ നമ്മൾ ആക്ട് ചെയ്യുന്നത്, അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് നോട്ട് വൈ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആവാതിരിക്കാനുള്ള അതിനെ കുറച്ചും കൂടി വെയിറ്റേജ് കൊടുത്ത് വേണം എഴുതാൻ ഇഫ് നോട്ട് വൈ എന്ന് പറയുന്ന പോയിന്റിൽ. കാരണം അവിടെ അങ്ങനെ ആവാതിരിക്കാനുള്ള സാധ്യത എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റഫർ ബേസ് ചെയ്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയനാണ് ഇവിടെ പറയേണ്ടത്. നിങ്ങളെപ്പോഴും ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. ആൻഡ് ഫോക്കസ് ഓൺ ദ ഡൈവേർജൻസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അപ്പം എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ അലൈൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ആദ്യം ഇവിടെ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ ഡെഫിനിഷൻ നമ്മൾ ഇൻട്രോ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഡെഫിനിഷൻ എല്ലാവരും ഇൻട്രോ ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഡെഫിനിഷൻ ദാറ്റ് ഡസൻ മേക്ക് എനി സെൻസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എഴുതാന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി നമുക്ക് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻട്രോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഈസ് ലൈക്ക് ദ കോമ്പസ് ഓഫ് എ ട്രാവലർ, സ്മോൾ ഇൻ സൈസ് ബട്ട് എസെൻഷ്യൽ ഫോർ പോയിന്റിങ് ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്നുള്ള കാര്യം കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഇൻ ഹ്യൂമൻ ലൈഫ് ഇറ്റ് ക്വയറ്റ്ലി ഗൈഡ്സ് പെർസെപ്ഷൻ, ഡിസിഷൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രോ എഴുതാൻ പറ്റും. അവിടെ കൊടുത്ത പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് പ്യുവർലി തിയറിയാണ്. ഒന്നാമതായിട്ട് നോളജ് ഫങ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ നമുക്ക് പല കാര്യങ്ങളെ പറ്റിയും അറിവുള്ളപ്പം അല്ലെങ്കിൽ നോളജ് ഉള്ള സമയത്ത് അതിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഇൻഫർമേഷൻസ് പോലും നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഹെൽത്തി ഈറ്റിങ്ങിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഹെൽത്തി ലൈഫിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹെൽത്തി ലൈഫ് കാരണം നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവില്ല എന്നുള്ളൊരു നോളജ്, ബേസിക്കലി അതിനോടുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബേസിക്കലി എന്ത് ചെയ്യും, നമ്മളെ എക്സസൈസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള ബിഹേവിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷനാണ്. നമ്മുടെ സെൽഫ് എസ്റ്റീം പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ തെറ്റല്ല, നമ്മൾ ചെയ്തത് കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ ഹേർട്ട് ആവാതിരിക്കാനുള്ള കാര്യങ്ങളാണ്, അതിനോടുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ടീച്ചർ ഒന്നും പഠിപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ എക്സാമിന് തോറ്റത്, റാദർ ദാൻ നമ്മുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ അല്ല, പക്ഷേ ബാക്കി വേറെ ആരുടെയോ തെറ്റുകാരനാണ് നമ്മൾ തോറ്റത് എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവുക. അതാണ് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. വേറൊന്നെന്ന് പറയുന്നത് വാല്യൂ എക്സ്പ്രസീവ് ഫംഗ്ഷനാണ്. ഇപ്പം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു കാര്യത്തിനോടുള്ള അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിനോടൊക്കെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ വാല്യൂസ് എങ്ങനെയാണെന്നുള്ളതിനെ പലപ്പോഴും പുറത്തു കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വിമൺ പ്രസിഡന്റ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് അവരെന്ത് കാണിക്കാനാ, അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ജെൻഡർ ഇക്വാളിറ്റിനോട് അല്ലെങ്കിൽ ജെൻഡർ ഫെയർനെസ്സിനോടുള്ള നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവിടെ പുറത്തു വരിക.
പക്ഷെ നമുക്ക് അത് നോർമലായിട്ടുള്ള ഒരു കാര്യമായി തോന്നുകയാണ്, നമ്മൾ അതിനെ വളരെ നോർമലായി കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ജെൻഡർ ഇക്വാളിറ്റിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിമിലർലി യൂട്ടിലിറ്റേറിയൻ ഫംഗ്ഷനാണ് നമ്മുടെ ദി ഗൈഡ് ബിഹേവിയർ ടു ഗെയിൻ റിവാർഡ് ഓർ അവോയ്ഡ് പണിഷ്മെൻറ്റ്. അതായത് യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാക്സിമം ഹാപ്പിനെസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പം കൊളീഗ്സുമായിട്ട് നല്ല ഗുഡ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല വർക്കിംഗ് കൾച്ചർ കൊണ്ടുവരിക, അല്ലെങ്കിൽ മാക്സിമം ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെന്തപ്പോൾ ഉള്ള നമ്മളിപ്പോൾ നമുക്കറിയാം എക്സാമിന് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിത്തരും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വളരെ നന്നായി പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കും. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിത്തരും, സോ വിൽ ഗെറ്റ്, നമ്മൾ ഹാപ്പി ആവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന യൂട്ടിലിറ്റേറിയൻ ഫംഗ്ഷൻ ഈ ഒരു കാര്യത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, അതായത് നമുക്ക് സോഷ്യൽ ഗ്രൂപ്പുകളോട്, മനുഷ്യൻ എപ്പോഴും എന്താണ്, ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് പല സോഷ്യൽ ഗ്രൂപ്പുകളോട് ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. സോ അതിൽ നമ്മളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ ബിഹേവിയർ ടു ഫിറ്റ് ഇൻ ടു ദി സോഷ്യൽ ഗ്രൂപ്പ് ആവാനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ അഡോപ്റ്റിംഗ് ടീം വർക്ക് ഓറിയൻറ്റഡ് ആറ്റിറ്റ്യൂഡ്, ഗ്രൂപ്പ് പ്രൊജക്ട്സിലൊക്കെ ടീം വർക്ക് ഓറിയൻറ്റഡ്, ചിലപ്പോൾ ഡിന്നറിന് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. ഇതാണ് ബേസിക്കലി ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോർഷൻ. അടുത്തത് വരുന്നത് ഡൈവേർജൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ എന്നുള്ളതാണ്. Our behavior does not always follow our attitude, while attitude influence how we think, feel, behavior is also shaped by factors such as പല ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സിറ്റുവേഷണൽ ഫാക്ടേഴ്സാണ്. ഇമ്മീഡിയറ്റ് നീഡ്സ് മേ ഫോഴ്സ് കോംപ്രമൈസ്, അതായത് ചിലപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ വിരുദ്ധമായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ മൗണ്ട് ബാറ്റൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. മൗണ്ട് ബാറ്റൻ ഗാന്ധി മരിച്ച സമയത്ത്, ഗാന്ധിയെ കൊന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ പറയുകയുണ്ടായി, ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, ഗാന്ധിനെ കൊന്നത് ഒരു ബ്രാഹ്മിൻ ഹിന്ദു ആണെന്ന്. കാരണം ഇന്ത്യ അപ്പോൾ ഒരു കമ്മ്യൂണൽ ക്ലാഷിൻ്റെ സമയത്ത് ഇതിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ മൗണ്ട് ബാറ്റൻ അറിയില്ല ഗാന്ധിയെ കൊന്നത് ആരാന്ന്. പക്ഷേ ഒരു റൂമർ സ്റ്റാർട്ട് ചെയ്തു, ഗാന്ധിയെ കൊന്നത് ഒരു മുസ്ലിം ആണെന്നുള്ള രീതിയിൽ ഒരു റൂമർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ അപ്പം തന്നെ ഓൾറെഡി പാർട്ടീഷൻ്റെ സമയത്ത് കമ്മ്യൂണൽ ക്ലാഷിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു റൂമർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കൂട്ടക്കൊല തന്നെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ബേസിക്കലി എന്ത് ചെയ്തു, അതിനൊരു കമ്മ്യൂണൽ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് മൗണ്ട് ബാറ്റൻ അവിടെ ആക്ച്വലി ആ ഒരു സമയത്ത് മൗണ്ട് ബാറ്റൻ അവിടെ ഒരു കള്ളം പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് ബേസിക്കലി ആ സിറ്റുവേഷൻ അവിടെ ഉള്ള ഇന്ത്യൻ്റെ ഒരു പീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സോ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് സിമിലർലി അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്, ചിലപ്പോൾ സീനിയേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മൈനർ പ്രൊസീജിയറൽ വയലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്ത് വിടാറുണ്ട്. പലപ്പോഴും ഓഫീസസിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ദാറ്റ് ഈസ് ആ ഒരു ഗ്രൂപ്പ് കൾച്ചറിനോട് ഒത്തുപോകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പോൾ അതോറിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിസോഴ്സസ് ഒക്കെ കാരണം നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നല്ല ഡെവലപ്മെൻറ്റ് ചെയ്തു കൊടുക്കണമെന്നുണ്ടാവും, പക്ഷെ അവിടെ റിസോഴ്സ് ഇല്ലാത്തത് കാരണം നമുക്കത് ചെയ്തു കൊടുക്കാൻ പലപ്പോഴും പറ്റില്ല. സോ ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ് ആണ്. അതുപോലെ തന്നെ റോൾ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നൊരു പോയിന്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊഫഷണൽ ഡ്യൂട്ടി മേ ഔട്ട് വേ പേഴ്സണൽ ബിലീഫ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന റിസർവേഷനിൽ വിശ്വസിക്കാത്ത ഒരാളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാണ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ കൊടുക്കുന്നത്, വി ഷുഡ് പ്രൊവൈഡ് എക്കണോമിക് റിസർവേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ബിലീഫ് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷണൽ റോളാണ്, ഡ്യൂട്ടിയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഫിയർ ഓഫ് റിപ്പർക്കഷൻസ്, കൺസേൺ അബൌട്ട് ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ റിട്ടാലിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിഹേവിയറിന് ആറ്റിറ്റ്യൂഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരും പല കാര്യങ്ങളിലും. സോ ഇവിടെ ഐഡിയൽ ആയിട്ടുള്ളൊരു വേൾഡിൽ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ആക്ഷനും എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. പക്ഷെ നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു വേൾഡല്ല. അതുകൊണ്ട് തന്നെ പല ഫാക്ടേഴ്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ എന്ത് ചെയ്യും, ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ടാവും.
സോ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു.